ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന ഫീമെയിൽ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസറുടെ പരീക്ഷ കഴിഞ്ഞിട്ട് കുട്ടികൾ എത്തിച്ചേർന്നിട്ടുണ്ട് ക്വസ്റ്റ്യനുമായിട്ട്. ആ ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ മനസ്സിലായി, ഒരു ചോദ്യവും ഒരു ഉത്തരവും വായിച്ച് പഠിച്ചവർക്ക് ഒരു കാരണവശാലും ആ ചോദ്യ പേപ്പർ ടച്ച് ചെയ്യാൻ പറ്റില്ല. കീറി മുറിച്ച് പഠിച്ച കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഇവിടുന്ന് പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികൾക്കും വളരെ എളുപ്പമായിരുന്നു. ആ ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വിശദീകരണം കൂടി തരണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് പെട്ടെന്ന് അതിൻ്റെ ഉത്തരം പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. അതിന് ഉത്തരം പറയുന്നതിന് വേണ്ടിയിട്ട് നിത്യ എത്തിയിട്ടുണ്ട്. നിത്യ നേരത്തെയും നമ്മുടെ ക്ലാസ്സിൽ ഉത്തരങ്ങൾ പറഞ്ഞിട്ടുള്ള കുട്ടിയാണ്. അതുകൊണ്ട് നിത്യയെ ഇതിൻ്റെ ഉത്തരങ്ങൾ പറയുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ന് നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. 5/2026 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ എക്സാം ആയിരുന്നു. അതിൽ നമ്മൾ നോക്കുന്ന കോഡ് ബി കോഡാണ് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആര്? അതിൽ ഓപ്ഷൻസ്: ഓപ്ഷൻ എ വിക്രം മിശ്രി, ഓപ്ഷൻ ബി കെ ജയകുമാർ, ഓപ്ഷൻ സി ശശി തരൂർ, ഓപ്ഷൻ ഡി അമിതാഭ് കാന്ത്. അതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, വിക്രം മിശ്രി. രണ്ടാമത്തെ ചോദ്യം. 1904 ഗാന്ധിജി ഡർബണിൽ നിന്നും ആരംഭിച്ച പത്രം ഏത്? ഓപ്ഷൻ എ യങ് ഇന്ത്യ, ഓപ്ഷൻ ബി നവജീവൻ, ഓപ്ഷൻ സി ഇന്ത്യൻ ഒപ്പീനിയൻ, ഓപ്ഷൻ ഡി സംവാദ് കൗമുദി. ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഇന്ത്യൻ ഒപ്പീനിയൻ. ഇന്ത്യൻ ഒപ്പീനിയൻ ആണ് അതിന്റെ ഉത്തരം. ഓപ്ഷൻ സി ഇന്ത്യൻ ഒപ്പീനിയൻ. മൂന്നാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ അത് നടന്ന വർഷവുമായി ചേരുംപടി ചേർക്കുക. ഇതിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ: ബോസ്റ്റൺ ടീ പാർട്ടി. ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത് 1773. 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി. അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം അത് നടക്കുന്നത് 1776 ജൂലൈ 4 സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുന്നത്. അടുത്തത് പാരീസ് ഉടമ്പടി. പാരീസ് ഉടമ്പടി നടക്കുന്നത് 1783. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടക്കുന്നത് 1789. അപ്പോൾ തന്നിട്ടുള്ള ഓപ്ഷൻസ് പ്രകാരം ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ. നാലാമത്തെ ചോദ്യം. ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എപ്പോൾ? ഓപ്ഷൻസ്: ഓപ്ഷൻ എ 1945 ഒക്ടോബർ 30, ഓപ്ഷൻ ബി 1945 ഒക്ടോബർ 24, ഓപ്ഷൻ സി 1945 ജൂൺ 26, ഓപ്ഷൻ ഡി 1945 ഫെബ്രുവരി 20. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 1945 ഒക്ടോബർ 30. അഞ്ചാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാം? അതിൽ കൊടുത്തിരിക്കുന്നത് ആത്മോപദേശ ശതകം ആദിഭാഷ, രണ്ടാമത്തേൽ കൊടുത്തിരിക്കുന്നത് പ്രാചീന മലയാളം ആദിഭാഷ, മൂന്നാമത്തേത് വേദാധികാര നിരൂപണം അഖില തിരുട്ട്. ഇതില് ചട്ടമ്പി സ്വാമികളുടെ കൃതിയായിട്ടുള്ളത് പ്രാചീന മലയാളം ആദിഭാഷയാണ്. അതിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ സി ആണ്, 2 മാത്രം. പ്രാചീന മലയാളം ആദിഭാഷയാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതികളിൽ വരുന്നത്. ഇനി ആറാമത്തെ ചോദ്യം. മലബാർ ജില്ലാ കോൺഗ്രസിൽ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആര്? തന്നിട്ടുള്ള ഓപ്ഷൻസ്: ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി ആനി ബസന്റ്, ഓപ്ഷൻ സി KP കേശവമേനോൻ, ഓപ്ഷൻ ഡി മൊയ്തു മൗലവി. മൊയ്തു മൗലവി. അതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ആനി ബസന്റ്. ഉത്തരം ഓപ്ഷൻ ബി ആനി ബസന്റ്. ഏഴാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏത്? ഓപ്ഷൻസ്: NH44, ബി NH19, സി NH16, ഡി NH48. ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, NH44. ഉത്തരം വരുന്നത് എ ആണ്, NH44. ഓപ്ഷൻ എ NH44. എട്ടാമത്തെ ചോദ്യം. ഡോഡാബെട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. ഡോഡാബെട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. ഓപ്ഷൻസ്: ആനമല. ഓപ്ഷൻ എ ആനമല, ഓപ്ഷൻ ബി കാർഡമം കുന്നുകൾ, ഓപ്ഷൻ സി നീലഗിരി കുന്നുകൾ, ഓപ്ഷൻ ഡി നല്ലമല കുന്നുകൾ. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, നീലഗിരി കുന്നുകൾ. ആൻസർ ഓപ്ഷൻ സി, നീലഗിരി കുന്നുകൾ. ഇനി ഒൻപതാമത്തെ ചോദ്യം. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്. ഇതിൽ തന്നിട്ടുള്ള ഓപ്ഷൻസ്: ഓപ്ഷൻ എ സിൽക്ക്, ഓപ്ഷൻ ബി ചണം, ഓപ്ഷൻ സി പരുത്തി, ഓപ്ഷൻ ഡി കമ്പിളി. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ചണം. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണം. ഓപ്ഷൻ ബി. പത്താമത്തെ ചോദ്യം. ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ കാവേരി, ഓപ്ഷൻ ബി തുംഗഭദ്ര, ഓപ്ഷൻ സി കൃഷ്ണ, ഓപ്ഷൻ ഡി ശരാവതി. ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ശരാവതി. ജോഗ് വെള്ളച്ചാട്ടം ശരാവതി നദിയിലാണ്. 11ാമത്തെ ചോദ്യം. ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ഏത് നദിക്ക് കുറുകെയാണ്? ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ പാലം ഏത് നദിക്ക് മുകളിലാണെന്നുള്ളതാണ്. അതിൽ തന്നെയുള്ള ഓപ്ഷൻസ്: എ സത്ലജ്, ബി ചെനാബ്, സി രവി, ഡി സിന്ധു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ചെനാബ് നദിക്ക് കുറുകെയാണ്. ചെനാബ് നദി. ഓപ്ഷൻ ബി.
12ാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം. ഓപ്ഷൻ എ മിസോസ്ഫിയർ, ഓപ്ഷൻ ബി സ്ട്രാറ്റോസ്ഫിയർ, ഓപ്ഷൻ സി ട്രോപ്പോസ്ഫിയർ, ഓപ്ഷൻ ഡി ഓസോൺ പാളി. ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ട്രോപ്പോസ്ഫിയർ. ഉത്തരം ഓപ്ഷൻ സി ട്രോപ്പോസ്ഫിയർ. ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്നത് ട്രോപ്പോസ്ഫിയർ. 13ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെ? അതിന്റെ തന്നിട്ടുള്ള ഓപ്ഷൻസ് വായിക്കാം. ലോകബാങ്കിന്റെയും IMFന്റെയും നിബന്ധനകൾ അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രണ്ടാമത്തെ പ്രസ്താവന ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മൂന്നാമത്തെ പ്രസ്താവന പുത്തൻ സാമ്പത്തിക നയം ഇറക്കുമതി ബദൽ വ്യാപാര നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കിയത്. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പം ശരിയായിട്ടുള്ളത് 1ഉം 2ഉം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അതിലെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരിയാണ്. ശരിയായതാണ് ചോദിച്ചത് 1ഉം 2ഉം, ഓപ്ഷൻ ബി. 14ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതെല്ലാം? പ്രസ്താവനകൾ വായിക്കാം. 1ാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ സ്വകാര്യവൽക്കരണ നയത്തിന് പ്രാധാന്യം നൽകി. അത് തെറ്റാണ്. 1ാം പഞ്ചവത്സര പദ്ധതി കാലത്തല്ല സ്വകാര്യവൽക്കരണത്തിന് പ്രാധാന്യം നൽകി. അപ്പൊ പ്രസ്താവന തെറ്റാണ്. രണ്ടാമത്തെ പ്രസ്താവന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം, നിർവഹണ ചുമതല എന്നിവയിൽ നിന്നും ഗവൺമെന്റ് പിൻവാങ്ങുക. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മൂന്നാമത്തെ പ്രസ്താവന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. ആ പ്രസ്താവനയും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ എ ആണ് 2ഉം 3ഉം ശരി. ഓപ്ഷൻ എ 2ഉം 3ഉം മാത്രം. 15ാമത്തെ ചോദ്യം ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന ഏത്? അതിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ്, ഓപ്ഷൻ എയിൽ 1955 കാർവേ കമ്മിറ്റി ഗ്രാമവികസനത്തിൽ ചെറുകിട വ്യവസായങ്ങളുടെ സാധ്യത എടുത്തു പറയുന്നു. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അത് യോജിക്കുന്നതാണ്. ഇനി അടുത്തത് 1950 പരമാവധി 5 ലക്ഷം രൂപ വരെ നിക്ഷേപം നടത്തിയ യൂണിറ്റുകളെയാണ് ചെറുകിട വ്യവസായ യൂണിറ്റുകളായി പരിഗണിച്ചത്. അതും ശരിയായിട്ടുള്ള പ്രസ്താവന. നമുക്കത് യോജിക്കാതെയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ രണ്ടും യോജിക്കുന്ന പ്രസ്താവനകളാണ്. ഇനി മൂന്നാമത്തത് ചെറുകിട വ്യവസായങ്ങൾ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതും യോജിക്കുന്ന പ്രസ്താവനയാണ്. ഇനി അടുത്തത് ഈ ഓപ്ഷനിലുള്ളത് ചെറുകിട വ്യവസായ മേഖലയുടെ പുരോഗതിക്കായി ഉയർന്ന എക്സൈസ് തീരുവയും ഉയർന്ന പലിശ നിരക്കിലുള്ള ബാങ്ക് വായ്പയും ചെറുകിട വ്യവസായങ്ങൾക്ക് നൽകി. അതാണ് ഇതിൽ യോജിക്കാത്ത പ്രസ്താവനയായിട്ട് വരുന്നത്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. യോജിക്കാത്ത പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. ചെറുകിട വ്യവസായ മേഖലയുടെ പുരോഗതിക്കായി ഉയർന്ന എക്സൈസ് തീരുവയും ഉയർന്ന പലിശ നിരക്കിലുള്ള ബാങ്ക് വായ്പയും ചെറുകിട വ്യവസായങ്ങൾക്ക് നൽകി. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 16ാമത്തെ ചോദ്യം താഴെ പറയുന്നവരിൽ ആർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്? 2024 സാമ്പത്തിക ശാസ്ത്ര നോബലാണ് ചോദിക്കുന്നത്. ഓപ്ഷനിലുള്ളത് ഓപ്ഷൻ എ ഫിലിപ്പ് അഖിയോൺ, ഓപ്ഷൻ ബി ജോയൽ മൊഗീർ, ഓപ്ഷൻ സി ഡേവിഡ് ബേക്കർ, ഓപ്ഷൻ ഡി സൈമൺ ജോൺസൺ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സൈമൺ ജോൺസൺ. 2024 സാമ്പത്തിക ശാസ്ത്ര നോബലാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. 17ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെ? ആദ്യത്തെ പ്രസ്താവന സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവ ലക്ഷ്യങ്ങളാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രണ്ടാമത്തെ പ്രസ്താവന 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് 1951 മുതൽ 1956 വരെയാണ്. ശരിയാണ്. പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 51 മുതൽ 56 വരെയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മൂന്നാമത്തെ പ്രസ്താവന ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയത്വ സമീപനത്തിനാണ് ആദ്യ 7 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം നൽകിയത്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 3 പ്രസ്താവനയും ശരിയായിട്ടുള്ളതാണ്. അതിൽ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 3ഉം ശരിയാണ്. 18ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ PC മഹൽനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതൊക്കെയെന്നാണ്. ആദ്യത്തെ പ്രസ്താവന കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും സാഖ്യ എന്ന ജേണൽ ആരംഭിക്കുകയും ചെയ്തു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രണ്ടാമത്തെ പ്രസ്താവന ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി PC മഹൽനോബിസ് ആണ്. എന്നാൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവാണ് M വിശ്വേശ്വരയ്യ. ശില്പി വരുമ്പോഴത്തേക്കും PC മഹൽനോബിസ് തന്നെയാണത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മൂന്നാമത്തെ പ്രസ്താവന PC മഹൽനോബിസിന്റെ വികസന ആസൂത്രണ നയം 2ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മുന്നോട്ട് വെച്ചത്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. PC മഹൽനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നത് 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. ശരിയായിട്ടുള്ളതാണ്. അപ്പൊ അതില്
ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറഞ്ഞാൽ 3 ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 1, 2, 3 ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി 1, 2, 3 ശരിയാണ്. 19ാമത്തെ ചോദ്യം, ഭരണഘടനാ അസംബ്ലിയിൽ ഇവരിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ഓപ്ഷൻസ് വരുന്നത് ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ, ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി BN റാവു. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ജവഹർലാൽ നെഹ്റു. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇവയിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ ഉള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ഇവയിൽ ദ്വിമണ്ഡല നിയമസഭകൾ ഉള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ്. ഓപ്ഷൻ എ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ബി ഗുജറാത്ത്, ബീഹാർ, ഓപ്ഷൻ സി ഉത്തർപ്രദേശ്, തെലങ്കാന, ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര, ഡൽഹി. ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ഉത്തർപ്രദേശ്, തെലങ്കാന. ഓപ്ഷൻ സി ആണ് ഉത്തർപ്രദേശ്, തെലങ്കാന. 21ാമത്തെ ചോദ്യം, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻസ് വരുന്നത് ഓപ്ഷൻ എ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, ഓപ്ഷൻ ബി PK തുങ്കൻ കമ്മിറ്റി, ഓപ്ഷൻ സി GV റാവു കമ്മിറ്റി, ഓപ്ഷൻ ഡി അശോക് മേത്ത കമ്മിറ്റി. ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, PK തുങ്കൻ കമ്മിറ്റി. PK തുങ്കൻ കമ്മിറ്റി 1989 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 22ാമത്തെ ചോദ്യം, ആർട്ടിക്കിൾ 19 അതായത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രകാരം എത്ര അവകാശങ്ങളാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്? ഓപ്ഷനിലുള്ളത് ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 10, ഓപ്ഷൻ ഡി 12. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 6 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 6. 23ാമത്തെ ചോദ്യം, ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിലാണ് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത്? ഓപ്ഷൻസ് ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 3 രീതിയിലൂടെയാണ് പൗരത്വം നഷ്ടപ്പെടുന്നത്. 3 രീതിയിലൂടെ പൗരത്വം നഷ്ടപ്പെടുന്നു. 5 രീതിയിലൂടെ പൗരത്വം സ്വീകരിക്കാം, 3 രീതിയിലൂടെ പൗരത്വം നഷ്ടപ്പെടുന്നു. 24ാമത്തെ ചോദ്യം, സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഷയത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻസ് ഓപ്ഷൻ എ കേന്ദ്ര ലിസ്റ്റ്, ഓപ്ഷൻ ബി സംസ്ഥാന ലിസ്റ്റ്, ഓപ്ഷൻ സി കൺകറന്റ് ലിസ്റ്റ്, ഓപ്ഷൻ ഡി അവശിഷ്ട അധികാരങ്ങൾ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, കേന്ദ്ര ലിസ്റ്റ്. കേന്ദ്ര ലിസ്റ്റ് ആണ് ആൻസർ, ഓപ്ഷൻ എ. 25ാമത്തെ ചോദ്യം, ABCD ഇവർ 4 പേരും സുഹൃത്തുക്കളാണ്. ഇവരിൽ ഡി മറ്റ് 3 പേരോടായി ചോദിച്ചു. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇനി ഓരോരുത്തരും പറഞ്ഞ ഉത്തരം അതിൽ ആരാണ് കറക്റ്റായിട്ട് പറഞ്ഞെന്നുള്ളതാണ് ശ്രദ്ധിക്കുക. എ പറഞ്ഞത് രാജീവ് കുമാർ, ബി ജ്ഞാനേഷ് കുമാർ, സി DY ചന്ദ്രചൂഡ് എന്നിങ്ങനെ പറഞ്ഞു. ഇവർ 3 പേരും ഡിയോട് ഇതേ ചോദ്യം ചോദിച്ചു. ഡി പറഞ്ഞു സഞ്ജീവ് ഖന്ന. ഇവരിൽ ആര് പറഞ്ഞതാണ് ശരി ഉത്തരം? ശരി ഉത്തരം പറഞ്ഞത് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ആണ്. അപ്പൊ ആ ഉത്തരം പറഞ്ഞിരിക്കുന്ന ബി ആണ്. ബി പറഞ്ഞതാണ് ശരി. ഓപ്ഷൻസ് എ പറഞ്ഞത് ശരി, എയിൽ പറഞ്ഞിരിക്കുന്ന എ പറഞ്ഞത് ശരി, ബി പറഞ്ഞത് ശരി, സി പറഞ്ഞത് ശരി, ഡി പറഞ്ഞത് ശരി എന്നുള്ളതാണ്. അപ്പം ബി ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. ബി പറഞ്ഞത് ശരി. ഓപ്ഷൻ ബി ആണ്, ബി പറഞ്ഞത് ശരി. 26ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് പിന്നാക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത്? സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്ന ആർട്ടിക്കിളാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 16 6, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 15 1, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 16 4, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 17. ഇതിൽ ശരിയായ ഉത്തരം വന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്, ആർട്ടിക്കിൾ 16 4. ആർട്ടിക്കിൾ 16 4 സംരക്ഷിത വിവേചനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 27ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ റിട്ടുകളും ലക്ഷ്യങ്ങളുമാണ്. ഇവയിൽ തെറ്റായത് ഏത്? റിട്ടുകളും അവയുടെ ലക്ഷ്യങ്ങളാണ് തന്നിരിക്കുന്നത്. അതിൽ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് മാൻഡമസ് ഒരു ഉദ്യോഗസ്ഥൻ നിയമപരമായ കർത്തവ്യം ചെയ്യാത്തപ്പോൾ. അത് ശരിയാണ്. മാൻഡമസ് ഒരു ഉദ്യോഗസ്ഥൻ നിയമപരമായ കർത്തവ്യം ചെയ്യാത്തപ്പോൾ. അത് ശരിയാണ്. തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തേത് കോവാറണ്ട് ഒരു വ്യക്തി അർഹതയില്ലാത്ത സ്ഥാനത്ത് ഇരിക്കുമ്പോൾ. അതും ശരിയായിട്ടുള്ളതാണ്. മൂന്നാമത്തേത് സെർഷ്യോററി ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാര പരിധിക്കപ്പുറത്തുള്ള ഒരു കേസ് പരിഗണിക്കുമ്പോൾ. അത് തെറ്റായിട്ടുള്ളതാണ്. സെർഷ്യോററി അല്ല അതിൽ വരുന്നത് പ്രൊഹിബിഷൻ ആണ്. ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാര പരിധിക്ക് അപ്പുറമുള്ള ഒരു കേസ് പരിഗണിക്കുന്നതിൽ ബന്ധപ്പെട്ട് വരുന്നത്. നാലാമത്തേത് ഹേബിയസ് കോർപ്പസ് അനധികൃത തടങ്കലിനെതിരെ. അതും ശരിയായിട്ടുള്ളതാണ്. ഇതിൽ തെറ്റായതാണ് ചോദിച്ചത്. തെറ്റായി വരുന്നത് മൂന്നാമത്താണ് തെറ്റായിട്ടുള്ളത്. അതിൽ ഓപ്ഷൻ ഡി ആണ്. 3 തെറ്റെന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം, ഓപ്ഷൻ ഡി. 28ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ ഗവൺമെന്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? അതിൽ തന്നിട്ടുള്ള ഓപ്ഷൻസ് ആദ്യത്തേത് ബൽവന്ത് റായ് കമ്മീഷൻ, അശോക് മേത്ത കമ്മീഷൻ, തുങ്കൻ കമ്മിറ്റി, സർക്കാരിയ കമ്മീഷൻ. ഇതിൽ
പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള 3 കമ്മിറ്റികളാണ്. ബൽവന്ത് റായ് കമ്മീഷൻ ശരിയാണ്, അശോക് മേത്ത കമ്മീഷൻ ശരിയാണ്, തുങ്കൻ കമ്മിറ്റി ശരിയാണ്. ഇതിൽ സർക്കാരിയ കമ്മീഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അപ്പൊ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1, 2, 3 മാത്രം. ഓപ്ഷൻ ബി 1, 2, 3 മാത്രം. 28ാമത്തെ ചോദ്യം, 2008 തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? അല്ല, ആദ്യത്തെ വ്യവസ്ഥ തന്നിരിക്കുന്നത് നെൽവയലുകൾ നികത്തുന്നത് തടയുന്നു. അത് തെറ്റായിട്ടുള്ളതാണ്. നെൽവയലുകൾ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട്. നെൽവയലുകളും നദികളും ഇതിൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം ഇതിൽ പരിധിയിൽ വരുന്നില്ല. അപ്പൊ അത് തെറ്റായിട്ടുള്ളതാണ്. രണ്ടാമത്തത് തണ്ണീർത്തടങ്ങളുടെ ഉപയോഗത്തെ നിയന്ത്രിക്കുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തത് നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിക്കാത്തവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നു. അത് ശരിയായിട്ടുള്ളതാണ്. അപ്പൊ അതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്, 2, 3 മാത്രം. ഓപ്ഷൻ സി 2, 3 മാത്രം. 30ാമത്തെ ചോദ്യം, രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആദ്യത്തത് വയോജനങ്ങൾക്ക് വാർദ്ധക്യ പെൻഷൻ നൽകുന്നത് സംബന്ധിച്ചത്, അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. രണ്ടാമത്തത് വാർദ്ധക്യ സഹജമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായകമായ ജീവിത ഉപകരണങ്ങൾ നൽകുന്നത് സംബന്ധിച്ച്, അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള. വയോശ്രീ യോജന പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർദ്ധക്യ സഹജമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായകമായ ജീവിത ഉപകരണങ്ങൾ നൽകുന്നത് സംബന്ധിച്ച്. ഇതിൽ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. 2 മാത്രം എന്നുള്ളതാണ് ശരി. 31ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിൽ അംഗം ആകാൻ വേണ്ടി വരുന്ന ആവശ്യ യോഗ്യതകൾ? അതിൽ ആദ്യത്തെ യോഗ്യത ഇന്ത്യൻ പൗരനായിരിക്കണം, ശരിയാണ്. രണ്ടാമത്തത് ഏറ്റവും കുറഞ്ഞത് 25 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ളതാണ്. അത് തെറ്റായിട്ടുള്ളത്. 25 വയസ്സല്ല, 21 വയസ്സാണ് അതിൽ പറഞ്ഞിരിക്കുന്ന പ്രായപരിധി. അപ്പൊ 2 തെറ്റാണ്. മൂന്നാമത്തത് തിരഞ്ഞെടുക്കപ്പെടേണ്ട പ്രദേശത്തെ വോട്ടർ പട്ടികയിൽ പേര് ഉണ്ടായിരിക്കണം. അത് ശരിയായിട്ടുള്ളതാണ്. അപ്പൊ ശരിയായിട്ടുള്ളത് 1, 3 ഇന്ത്യൻ പൗരനായിരിക്കണം എന്നുള്ളതും തിരഞ്ഞെടുക്കപ്പെടേണ്ട പ്രദേശത്തെ വോട്ടർ പട്ടികയിൽ പേര് ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഓപ്ഷൻ വരുന്നത് ബി ആണ്, 1, 3 മാത്രം. 32ാമത്തെ ചോദ്യം, പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിപ്പിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഓപ്ഷൻ ബി വിഘടനം. വിഘടനം എന്നാണ് പറയുന്നത്. അതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഓപ്ഷൻ എ പ്രകാശ സംശ്ലേഷണം, ഓപ്ഷൻ ബി വിഘടനം, ഓപ്ഷൻ സി ഓക്സീകരണം, ഓപ്ഷൻ ഡി ബാഷ്പീകരണം. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്, വിഘടനം. ഓപ്ഷൻ ബി വിഘടനം. 33ാമത്തെ ചോദ്യം, ഡോട്ട്സ് എന്ന ചികിത്സാ രീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഓപ്ഷൻ എ എയ്ഡ്സ്, ഓപ്ഷൻ ബി പോളിയോ, ഓപ്ഷൻ സി ഹെപ്പറ്റൈറ്റിസ് ബി, ഓപ്ഷൻ ഡി ക്ഷയരോഗം. ഡോട്ട്സ് ചികിത്സ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ക്ഷയരോഗം. ഓപ്ഷൻ ഡി ക്ഷയരോഗം. 34ാമത്തെ ചോദ്യം, കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? അതിൽ ആദ്യത്തെ ഓപ്ഷൻ എ നിരാമയ, ഓപ്ഷൻ ബി സമ്പൂർണ്ണ, ഓപ്ഷൻ സി ശൈലി, ഓപ്ഷൻ ഡി ഇ ഹെൽത്ത്. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്, ശൈലി. ഓപ്ഷൻ സി ശൈലിയാണ് ഉത്തരം. 35ാമത്തെ ചോദ്യം, ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ഏതാണ്? അതിൽ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്, HIV. ഓപ്ഷൻ ബി HIV. തന്നിരിക്കുന്ന ഓപ്ഷൻസ് എ ചിക്കൻ ബോക്സ്, ബി HIV, സി പോളിയോ വൈറസ്, ഡി റൈനോ വൈറസ്. ഓപ്ഷൻ ഡി റൈനോ വൈറസ്. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്, HIV. ഓപ്ഷൻ ബി HIV. 36ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഓപ്ഷൻ എ സൈനോ ഏട്രിയൽ നോഡ്, SA നോഡ്, ഓപ്ഷൻ ബി വൃക്ക, ഓപ്ഷൻ സി തലച്ചോറ്, ഓപ്ഷൻ ഡി പാൻക്രിയാസ്. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ്, സൈനോ ഏട്രിയൽ നോഡ്, SA നോഡ്. സൈനോ ഏട്രിയൽ നോഡാണ് ശരിയായിട്ടുള്ള ഉത്തരം, ഓപ്ഷൻ എ. 37ാമത്തെ ചോദ്യം, സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ്? ഓപ്ഷൻസ് ഓപ്ഷൻ എ വിറ്റാമിൻ സി, ഓപ്ഷൻ ബി വിറ്റാമിൻ കെ, ഓപ്ഷൻ സി വിറ്റാമിൻ ഡി, ഓപ്ഷൻ ഡി വിറ്റാമിൻ ഇ. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്, വിറ്റാമിൻ ഡി. ഓപ്ഷൻ സി വിറ്റാമിൻ ഡി. 38ാമത്തെ ചോദ്യം, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ പ്രകാശത്തിന്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നുള്ളതാണ്. ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ പ്രകാശത്തിന്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും. ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 39ാമത്തെ ചോദ്യം, ഭൂമിയുടെ ഉപരിതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന
10 കിലോഗ്രാം പിണ്ഡം ഉള്ള ഒരു വസ്തുവിന്റെ ഭാരം എത്രയാണ്? അതിലെ ജിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ജി ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ജിയുടെ വാല്യൂ തന്നിരിക്കുന്നത്. ഇത് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ എയിലെ 10 ന്യൂട്ടൺ, ഓപ്ഷൻ ബി 1000 ന്യൂട്ടൺ, ഓപ്ഷൻ സി 100 ന്യൂട്ടൺ, ഓപ്ഷൻ ഡി 1 ന്യൂട്ടൺ. അതിൽ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 100 ന്യൂട്ടൺ. ഓപ്ഷൻ സി 100 ന്യൂട്ടൺ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ സി 100 ന്യൂട്ടൺ. 40ാമത്തെ ചോദ്യം, 2025 ജോൺ ക്ലാർക്ക്, മൈക്കൽ ഡെവോററ്റ്, ജോൺ മാർട്ടിനസ് എന്നിവർ നേടിയത് ഏത് പുരസ്കാരമാണ്? അല്ലെ ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ ഫീൽഡ് മെഡൽ, ഓപ്ഷൻ ബി ഡെറ്റ്മാൻ അവാർഡ്, ഓപ്ഷൻ സി ബ്രേക്ക് ത്രൂ പ്രൈസ്, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി നോബൽ സമ്മാനം, ഭൗതികശാസ്ത്ര നോബൽ സമ്മാനം. ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, നോബൽ സമ്മാനം ഭൗതികശാസ്ത്രത്തിൽ. നോബൽ സമ്മാനം ഭൗതികശാസ്ത്രത്തിലാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ്. 41ാമത്തെ ചോദ്യം, പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ബന്ധം. അതില് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്, രണ്ടും എതിർദിശയിലാണ്. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും രണ്ടും എതിർദിശയിലാണെന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, രണ്ടും എതിർദിശയിൽ. 42ാമത്തെ ചോദ്യം, താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത അളവ് വാതകത്തിന്റെ മർദ്ദം വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഈ പ്രസ്താവന ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടതാണ്? ഒന്നുകൂടെ വായിക്കാം. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത അളവ് വാതകത്തിന്റെ മർദ്ദം വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ബോയിൽ നിയമം. ഓപ്ഷൻ എ ബോയിൽ നിയമവുമായി ബന്ധപ്പെട്ടതാണ്. 43ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ലവണങ്ങളിൽ ഏതിന്റെ ലവണലായനിയുടെ pH മൂല്യമാണ് 7-നേക്കാൾ കുറവ്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, NH4Cl. അമോണിയം ക്ലോറൈഡ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അമോണിയം ക്ലോറൈഡ് NH4Cl ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ബി ഓപ്ഷൻ ആണ്. 44ാമത്തെ ചോദ്യം, 2024 രസതന്ത്ര നോബൽ സമ്മാനം ഏതിന്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. ഓപ്ഷൻ സി മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. 2025 രസതന്ത്ര നോബൽ സമ്മാനം ഏതിന്റെ കണ്ടുപിടുത്തത്തിനാണ് ലഭിച്ചത്? ഓപ്ഷൻ സി മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. ഓപ്ഷൻ സി. 45ാമത്തെ ചോദ്യം, ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഐസോടോപ്പുകളിൽ ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ട്രിഷ്യം. വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് ഓപ്ഷൻ സി, ട്രിഷ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, ട്രിഷ്യം. 46ാമത്തെ ചോദ്യം, കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ചിറക്കൽ, കണ്ണൂർ. ഓപ്ഷൻ എ ചിറക്കൽ, കണ്ണൂർ. ചിറക്കൽ, കണ്ണൂർ. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത 47ാമത്തെ ചോദ്യം, തപ്പുകൊട്ടി മേളമൊരുക്കി, താളവടിവിൽ താവടി തുള്ളി, പുലവൃത്തമാടി, വിനോദ ഭാഷണങ്ങളിലൂടെ പൊട്ടിച്ചിരി വിടർത്തി, അടവി തുള്ളി, കോലം തുള്ളിലേക്ക് കവുങ്ങിൻ പാളയിലായി കോലങ്ങൾ. ഇത് ഏത് അനുഷ്ഠാന കലാരൂപത്തെക്കുറിച്ചാണ് ഈ വിവരണങ്ങൾ പറഞ്ഞിരിക്കുന്നത്? ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്, പടയണി. പറഞ്ഞിരിക്കുന്നത് പടയണി എന്ന കലാരൂപത്തെക്കുറിച്ചാണ്. ഓപ്ഷൻ ബി, പടയണി. 48ാമത്തെ ചോദ്യം, മലയാളത്തിലെ പ്രശസ്തരായ ചില ആട്ടക്കഥാകൃത്തുക്കളുടെയും അവരുടെ ആട്ടക്കഥകളുടെയും ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ളവ ചേർത്തെഴുതുക. അതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഇരയിമ്മൻ തമ്പി അംബരീക്ഷ ചരിതമാണ്. അത് തെറ്റായിട്ടുള്ളതാണ്. അശ്വതി തിരുനാൾ ഉത്തരാ സ്വയംവരം, അതും തെറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുകയാണ്. ഇരയിമ്മൻ തമ്പി ഉത്തരാ സ്വയംവരം, അശ്വതി തിരുനാൾ അംബരീക്ഷ ചരിതവുമാണ്. അപ്പോൾ അത് രണ്ടും തെറ്റായിട്ടുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് കിടക്കുന്നത്. അത് രണ്ടും തെറ്റാണ്. ഇനി മൂന്നാമത്തത് കോട്ടയത്ത് തമ്പുരാൻ കല്യാണ സൗഗന്ധികം. ശരിയാണ്, കോട്ടയത്ത് തമ്പുരാൻ കല്യാണ സൗഗന്ധികം. 4ാമത്തത് ഉണ്ണായി വാര്യർ നാളചരിതം, അതും ശരിയായിട്ടുള്ളതാണ്. അപ്പം ശരിയായിട്ടുള്ള ഓപ്ഷൻ സി ആണ്. 3ഉം 4ഉം ശരി. 3ഉം 4ഉം ശരി. അതായത് കോട്ടയത്ത് തമ്പുരാൻ കല്യാണ സൗഗന്ധികം, ഉണ്ണായി വാര്യർ നാളചരിതം, അത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 49ാമത്തെ ചോദ്യം, വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നതു ചിലർ, കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഫം. ഈ വരികൾ ആരുടേതാണ്? ഓപ്ഷൻ സി, പൂന്താനം നമ്പൂതിരി. പൂന്താനം നമ്പൂതിരിയുടെ വരികളാണ്. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നത് ചിലർ, കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഫം. പൂന്താനം നമ്പൂതിരിയുടെ വരികളാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 50ാമത്തെ ചോദ്യം, കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് ആരാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, എൽദോസ് പോൾ. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ
അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരമാണ് ഓപ്ഷൻ ഡി എൽദോസ് പോൾ. ഓപ്ഷൻ ഡി എൽദോസ് പോൾ. ഇനി മാത്സ് വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്, കണക്ക് ചോദ്യങ്ങളാണ്. 51ാമത്തെ ചോദ്യം, എ ബി എന്നിവ 4:5 എന്ന അനുപാതത്തിലും ബി സി എന്നിവ 20:30 എന്ന അനുപാതത്തിലുമാണെങ്കിൽ എ സി എന്നിവ ഏത് അനുപാതത്തിലായിരിക്കും? A:B എന്ന് പറഞ്ഞാൽ 4:5, B:C 20:30. അങ്ങനെയാണെങ്കിൽ A:C എത്ര ആയിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 8:15. 8:15 ആണ് ഉത്തരം. ഓപ്ഷൻ ഡി. 52ാമത്തെ ചോദ്യം, രാമു 36 സെക്കൻഡിൽ 400 മീറ്റർ ഓടുന്നു. അവന്റെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ്? ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്, 40 km/h. രാമു 36 സെക്കൻഡിൽ 400 മീറ്റർ ഓടുന്നു. അവന്റെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ്? ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്, 40 km/h. അടുത്ത 53ാമത്തെ ചോദ്യം ലഘൂകരിക്കുക എന്നുള്ളതാണ്. അത് ചോദ്യം 8:2/3 × 27:2/3 എന്നുള്ളതാണ്. അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 36. ലഘൂകരിക്കുക ചോദ്യത്തിന്റെ ഉത്തരമാണ് ഓപ്ഷൻ ബി 36. ഓപ്ഷൻ ബി 36 ആണ് ഉത്തരം. അടുത്ത 54ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന അനുപാതത്തിൽ നിന്ന് ചോദ്യചിഹ്നത്തിന് പകരം വരുന്ന സംഖ്യ ഏതെന്നുള്ളതാണ്. അതായത് 289:20 625 എത്ര വരുമെന്നാണ്. ഇത് തന്നിരിക്കുന്നത് പോലെ ഇതേ ബന്ധം ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്ര നമ്പർ വരുമെന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ഉത്തരം വരുന്നത് 28 ആണ്. ആൻസർ 28. ഓപ്ഷൻ ഡി 28. ഓപ്ഷൻ ഡി 28 ആണ്. ഇനി 55ാമത്തെ ചോദ്യം, ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ ഇന്നേക്ക് 65ാം ദിവസം ഏതായിരിക്കും? ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്, ബുധൻ. ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ ഇന്നേക്ക് 65ാം ദിവസം ഏതായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ, ബുധൻ. 56ാമത്തെ ചോദ്യം, വാച്ചിലെ മണിക്കൂർ സൂചി 7 മണി മുതൽ 10 മണി വരെ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 90 ഡിഗ്രി. ഓപ്ഷൻ ബി 90 ഡിഗ്രി. 57ാമത്തെ ചോദ്യം, അടുത്ത സംഖ്യ ഏതെന്നുള്ളതാണ്. 6, 12, 36, 144. ഇത് അടുത്ത സംഖ്യ വരുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ്, 720. ഓപ്ഷൻ എ 720. 58ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന സംഖ്യകൾ വേറിട്ടത് ഏതൊക്കെയെന്നുള്ളതാണ്. ഓപ്ഷൻ എ 125, ഓപ്ഷൻ ബി 729, ഓപ്ഷൻ സി 343, ഓപ്ഷൻ ഡി 123. ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 123. ആൻസർ ഓപ്ഷൻ ഡി 123. ഇനി അടുത്ത 59ാമത്തെ ചോദ്യം ലഘൂകരിക്കുക എന്നുള്ളതാണ്. 36 + 9 × 2/3 - 5². ഇതിന്റെ ഉത്തരമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 17. ഓപ്ഷൻ സി 17. ഇനി 60ാമത്തെ ചോദ്യം, പി ക്യൂയേക്കാൾ 5 മടങ്ങ് കൂടുതലാണെങ്കിൽ ക്യൂ പിയേക്കാൾ എത്ര ശതമാനം ചെറുതാണ്? അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 80%. ഓപ്ഷൻ എ 80%. ഇനി അടുത്ത ഇംഗ്ലീഷ് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. 61ാമത്തെ ചോദ്യം, ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് ആൻസർ. ദിസ് ഈസ് ആൻ അച്ചീവ്മെന്റ് ഡാഷ് ഐ ആം പ്രൗഡ്. ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓഫ് വിച്ച്. ദിസ് ഈസ് ആൻ അച്ചീവ്മെന്റ് ഓഫ് വിച്ച് ഐ ആം പ്രൗഡ്. 62ാമത്തെ ചോദ്യം, റിപ്പോർട്ട് ദ ഫോളോയിങ് സെന്റൻസ്. ഡോണ്ട് ടച്ച് മീ, ഹി സെഡ് ടു ഹർ. അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഹി ടോൾഡ് ഹർ നോട്ട് ടു ടച്ച് ഹിം. ഹി ടോൾഡ് ഹർ നോട്ട് ടു ടച്ച് ഹിം. ഡോണ്ട് ടച്ച് നോട്ട് ടച്ച് ആയിട്ട് മാറും, നോട്ട് ടു ടച്ച് ആയിട്ട് മാറും. ഓപ്ഷൻ സി ആണ് ഉത്തരം. 63ാമത്തെ ചോദ്യം, ദ തണ്ടർ ഗ്രാജുവലി ഡാഷ് ആൻഡ് ഇറ്റ്സ് റംബ്ലിംഗ് ഈസ് ഹേർഡ് ഫാർ അവേ ബിയോണ്ട് ദ വില്ലേജ്. അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, അബേറ്റ്സ്. ദ തണ്ടർ ഗ്രാജുവലി അബേറ്റ്സ് ആൻഡ് ഇറ്റ്സ് റംബ്ലിംഗ് ഈസ് ഹേർഡ് ഫാർ അവേ ഫ്രം ബിയോണ്ട് ദ വില്ലേജ്. ഫാർ അവേ ബിയോണ്ട് ദ വില്ലേജ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, അബേറ്റ്സ്. അബേറ്റ്സ് കുറഞ്ഞു വരിക എന്നാണ് അതിന്റെ മീനിങ്. 64ാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ ആന്റണിം ഓഫ് അണ്ടർലൈൻഡ് വേർഡ്. ദ കമ്പനി മെയ്ഡ് ആൻ എനോർമസ് പ്രോഫിറ്റ് ലാസ്റ്റ് ഇയർ. അതിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ഇനോർമസ് എന്ന വാക്കാണ്. ഇനോർമസിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് വരുന്നത് ഡിമിനിറ്റീവ് ആണ്. ഡിമിനിറ്റീവ്. ഡിമിനിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എനോർമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട്, കൂടുതൽ എന്നുള്ളതാണ്. ഡിമിനിറ്റീവ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ, ചെറിയ എന്ന അർത്ഥത്തിലാണ് വരുന്നത്. ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഡിമിനിറ്റീവ്. ഡിമിനിറ്റീവ്. ഓപ്ഷൻ ഡി. 65ാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ അഫർമേറ്റീവ് സെന്റൻസ്. അഫർമേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നോട്ട് ഇല്ല എന്നുള്ള അർത്ഥം വരാത്ത നെഗറ്റീവ് മീനിങ് വരാത്ത സെന്റൻസിനാണ് അഫിർമേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ ദർ ഈസ് ഹാർഡ്ലി എനിത്തിങ് ഗുഡ് ഇൻ ദ ഫ്രിഡ്ജ്. അപ്പം ദർ ഈസ് ഹാർഡ്ലി എനിത്തിങ് എന്ന് പറയുമ്പോൾ അവിടെ നെഗറ്റീവ് വേർഡ് വന്നു കഴിഞ്ഞു. ഹാർഡ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടാണ് അതിന്റെ അർത്ഥം. അപ്പം അത് ശരിയായിട്ടുള്ളതല്ല. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ ദർ ആർ ഫ്യൂ സ്നേക്സ് ഇൻ ദ ഗാർഡൻ. അവിടെ ഫ്യൂ എന്ന് പറഞ്ഞാൽ നെഗറ്റീവിന് തുല്യമാണ്. അതും ഉത്തരമല്ല. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ദ ബോയ്സ് ഡു ഡെയറിംഗ് ടാസ്ക്. അതിനകത്ത് നോട്ട് വന്നിട്ടില്ല. അതാണ് ഉത്തരം. ദ ബോയ്സ് ഡു ഡെയറിംഗ് ടാസ്ക്. അതാണ് അഫിർമേറ്റീവ് സെന്റൻസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. നാലാമത്തെ ഡി ഓപ്ഷനിൽ വരുന്നത് ഹി ഹാഡ് സ്കേഴ്സ്ലി ഇനഫ് മണി. സ്കേഴ്സ്ലി വന്നതുകൊണ്ട് അതിൽ നോട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ദ ബോയ്സ് ഡു ഡെയറിംഗ് ടാസ്ക്. 66ാമത്തെ ചോദ്യം നോബഡി നോസ് ദ ആൻസർ. അതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഡു ദേ. ഓപ്ഷൻ എ ഡു ദേ. 67ാമത്തെ ചോദ്യം ചൂസ് ദി കറക്റ്റ് വേർഡ്. അതിൽ സൈമൾട്ടേനിയസിന്റെ സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്, SIMULTANEOUS. സൈമൾട്ടേനിയസിന്റെ സ്പെല്ലിംഗ് SIMULTANEOUS. ഓപ്ഷൻ ബിയിലാണ് കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ ബി. 68ാമത്തെ ചോദ്യം എ പേഴ്സൺ ഹു സ്റ്റഡീസ് സ്റ്റാർസ് ആൻഡ് ദ യൂണിവേഴ്സ്. ഓപ്ഷൻ എ അസ്ട്രോണമർ. ഓപ്ഷൻ എ അസ്ട്രോണമർ. 69ാമത്തെ ചോദ്യം ചൂസ് ദ അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഇഡിയം ബ്ലൂ ബ്ലഡ്. അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ആൻ അരിസ്റ്റോക്രാറ്റ്. ഓപ്ഷൻ സി ആൻ അരിസ്റ്റോക്രാറ്റ്. 70ാമത്തെ ചോദ്യം ഇഫ് ഐ ഹാഡ് നോൺ യു. 70ാമത്തെ ചോദ്യം ഇഫ് ഐ ഹാഡ് നോൺ യു വെർ ഇൻ ഹോസ്പിറ്റൽ ഐ ഡാഷ് യു. ഇതിൽ ഉത്തരം വരുന്നത് ഐ വുഡ് ഹാവ് വിസിറ്റഡ്. ഐ വുഡ് ഹാവ് വിസിറ്റഡ്. ഓപ്ഷൻ സി ആണ്, ഐ വുഡ് ഹാവ് വിസിറ്റഡ്. ഇതിന്റെ എന്താ നമ്മളെ സാർ എപ്പോഴും പറയുന്ന ഒരു 3 സെന്റൻസ് പറയുന്നുണ്ട്. ഇഫ് യു ഇൻവൈറ്റ് ഐ വിൽ കം, ഇഫ് യു ഇൻവൈറ്റഡ് ഐ വുഡ് കം, ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് ഐ വുഡ് ഹാവ് കം എന്നുള്ള അതിൽ 3ാമത്തെ രൂപമാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇഫ് ഐ ഹാഡ് നോൺ യു. അപ്പം ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡിന് തുല്യം. അതുകൊണ്ടാണ് വുഡ് ഹാവ് വിസിറ്റഡ് എന്ന ആൻസർ വന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം, വുഡ് ഹാവ് വിസിറ്റഡ്. ഇനി അടുത്ത മലയാളം ചോദ്യങ്ങളാണ്. 71ാമത്തെ ചോദ്യം മുതൽ മലയാളം ചോദ്യങ്ങളാണ്. 71ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ തെറ്റായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏതെന്നുള്ളതാണ്. ഓപ്ഷൻ എ വിദ്വാൻ വിദുഷി ശരിയാണ്. ഓപ്ഷൻ ബി പത്നി പതി ശരിയാണ്. ഓപ്ഷൻ സി ലേഖകൻ ലേഖക എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റായിട്ടുള്ളതാണ്. ലേഖകന് സ്ത്രീലിംഗ രൂപം വരുന്നത് ലേഖിക എന്ന് വരണം. അതുകൊണ്ട് അതാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ലേഖകൻ ലേഖക. ലേഖകയല്ല ലേഖികയാണ് വരേണ്ടത്. 72ാമത്തെ ചോദ്യം ഒഴിച്ചുകൂടാനാവാത്തതെന്ന ഒറ്റപ്പദം. ആൻസർ ഓപ്ഷൻ സി ആണ്, അത്യന്താപേക്ഷിതം. ഒഴിച്ചുകൂടാനാവാത്തത് ഓപ്ഷൻ സി അത്യന്താപേക്ഷിതം. 73ാമത്തെ ചോദ്യം ചേർത്ത് എഴുതുക എന്നുള്ളതാണ്. ആ പ്ലസ് ആൾ. ആ പ്ലസ് ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, അയാൾ. ആ പ്ലസ് ആൾ അയാൾ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 74ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ അലിംഗ ബഹുവചനം അല്ലാത്തത് ഏത്? അലിംഗ ബഹുവചനം അല്ലാത്തതാണ് ചോദിക്കുന്നത്. ഇതിൽ തന്നിരിക്കുന്നത് ഓപ്ഷൻ എയിൽ പണിക്കർ, ഓപ്ഷൻ ബി മക്കൾ, ഓപ്ഷൻ സി ഭാരതീയർ, ഓപ്ഷൻ ഡി ആൺമക്കൾ. ഇതിൽ ഓപ്ഷൻ എ പണിക്കറാണ്. പണിക്കർ പൂച്ചക ബഹുവചനത്തിനകത്ത് വരുന്നതാണ്. അതല്ല ഉത്തരം. ഓപ്ഷൻ ബി മക്കൾ, അത് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ്. മക്കൾ എന്ന് പറയുന്നത് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ്. സി ഭാരതീയർ. ഭാരതീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലിംഗ ബഹുവചനമാണ്. ഓപ്ഷൻ ഡി ആൺമക്കൾ. ആൺമക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമല്ല, അത് സലിംഗ ബഹുവചനമാണ്. ഇപ്പം ചോദിച്ചിരിക്കുന്നത് അലിംഗ ബഹുവചനത്തിന് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ആൺമക്കൾ. ആൺമക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലിംഗ ബഹുവചനം ആണ്. അതാണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 75ാമത്തെ ചോദ്യം ശരീരം എന്ന വാക്കിന്റെ ശരിയായ പര്യായ പദങ്ങൾ ഉൾക്കൊള്ളുന്ന ജോഡി ഏതാണ്? ആദ്യത്തേത് ഗാത്രം മേനി, രണ്ടാമത്തേത് കായം വപുസ്, മൂന്നാമത് കൊടുത്തിരിക്കുന്നത് ആകൃതി രൂപം. അതിൽ ശരിയായിട്ടുള്ളത് ഗാത്രം മേനി കായം വപുസ് എന്നുള്ളതാണ്. ഈ 4 വാക്കുകളും ശരീരത്തിന്റെ പര്യായ പദങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം ശരിയെന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ സി ഗാത്രം മേനി കായം വപുസ്, ഈ 4ഉം ശരീരത്തിന്റെ പര്യായ പദങ്ങളായിട്ട് പറയാം. 76ാമത്തെ ചോദ്യം ചക്രശ്വാസം വലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ഏത്? ഓപ്ഷൻ ബി അത്യധികം വിഷമിക്കുക. ചക്രശ്വാസം വലിക്കുക എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം, അത്യധികം വിഷമിക്കുക. ഓപ്ഷൻ ബി അത്യധികം വിഷമിക്കുക. 77ാമത്തെ ചോദ്യം പിരിച്ചെഴുതുകയാണ്. അത്യന്തം. അത്യന്തത്തെ പിരിച്ചെഴുതി കഴിഞ്ഞാൽ ഉത്തരം വരുന്നത് അതി പ്ലസ് അന്തം. 77ാമത്തെ ചോദ്യം പിരിച്ചെഴുതുക, അത്യന്തത്തെ പിരിച്ചെഴുതാനാണ്. ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്, അതി പ്ലസ് അന്തം. ആൻസർ ഓപ്ഷൻ സി അതി പ്ലസ് അന്തം. 78ാമത്തെ ചോദ്യം പ്രിയാമ്പിൾ. ശരിയായ മലയാള പരിഭാഷ ഏതാണ്? പ്രിയാമ്പിളിന്റെ പരിഭാഷയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്, ആമുഖം. ഉത്തരം ഓപ്ഷൻ ബി ആമുഖം.
79ാമത്തെ ചോദ്യം ശരിയായ പദം ഏതെന്നുള്ളതാണ്. വൃഷ്ടി. വൃഷ്ടി എഴുതുന്നത് ഓപ്ഷൻ ഡി ആണ്. വൃഷ്ടി ഓപ്ഷൻ ഡിയിലാണ് ശരിയായിട്ട് കൊടുത്തിരിക്കുന്നത്. വൃഷ്ടി എന്ന് ഇങ്ങനെയാണ് എഴുതേണ്ടത്. 79ാമത്തെ ചോദ്യം ആൻസർ ഓപ്ഷൻ ഡി ആണ്, വൃഷ്ടി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 80ാമത്തെ ചോദ്യം സമൃദ്ധം എന്ന പദത്തിന്റെ വിപരീതം ഏത്? സമൃദ്ധം എന്ന പദത്തിന്റെ വിപരീതം ഓപ്ഷൻ ബി ആണ്, വിവൃതം. ഓപ്ഷൻ ബി വിവൃതം. സമൃദ്ധം എന്ന പദത്തിന്റെ വിപരീതമാണ് ഓപ്ഷൻ ബി വിവൃതം. അപ്പൊ നമ്മള് 80 ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ബാക്കി 20 ക്വസ്റ്റ്യൻസ് വരുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് വരുന്ന 20 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ അത് ഇന്ന് പറയുന്നില്ല. നമ്മൾ അതിനെ എല്ലാം കൂടെ ചേർത്ത് വിശദീകരിച്ച ഒരു ക്ലാസ് തരുന്നതായിരിക്കും. ബാക്കി GK ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്, മാത്സ് ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള 10 ക്വസ്റ്റ്യൻസും ഇംഗ്ലീഷ് ഭാഗത്ത് നിന്ന് 10 ക്വസ്റ്റ്യൻസും മലയാളം ഭാഗത്തു നിന്നുള്ള 10 ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പറയാനുള്ളത് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗത്തു നിന്നുള്ള 20 ചോദ്യങ്ങളാണ്. അത് നമ്മുടെ കുറച്ചുകൂടി കാര്യങ്ങൾ കുറിച്ചുകൊണ്ട് വിശദമായിട്ടുള്ള ക്ലാസ് തരുന്നതായിരിക്കും. അപ്പോൾ എന്നാൽ നിങ്ങളെല്ലാവരും എക്സാം നല്ല രീതിയിൽ എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു. ആൻസർ നോക്കുക. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്.